ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ മോങ്ങുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് അത്. ഈ ചൂടിന് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല അടിപൊളി മാങ്ങയ്ക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഞാൻ ചെല്ലിട്ടിന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ച്, ഒരു നോർമൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം മതി. അത് ഒഴിച്ച് നമുക്കൊരു 10-15 മിനിറ്റത്തേക്കൊന്ന് സെറ്റ് ആവാനായിട്ട്, ഒന്ന് ചെല്ലി റെഡിയായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്ക് അവിടെ ഇരിക്കട്ടെ. അത് നേരം കൊണ്ട് നമുക്കൊരു 1/2 കപ്പ് മാങ്ങ ചെത്തി അരിഞ്ഞത്, ഇതുപോലെ അരിഞ്ഞത് നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കണേ. എന്നിട്ട് നമുക്ക് അതിനകത്തൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഫൈൻ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇത് ആയതിനു ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര സ്വീറ്റ്നെസ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മാങ്ങയുടെ മധുരം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്, അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഇതൊന്ന് ചൂടാക്കി ലോ ഫ്ലെയിം വെച്ച് ചൂടാക്കി എടുക്കണം. നമ്മൾ കയ്യൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ചൂടൊന്ന് സഹിക്കാൻ പറ്റുന്ന അത്ര ചൂട് മാത്രം മതി. ഒത്തിരി ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് തണുക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ജെലിറ്റിൻ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അത് നമുക്ക് ആ തൊട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു 250 ml കേക്ക് ടിൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനിത് ഒഴിച്ച് സെറ്റാക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും പ്ലേറ്റോ എന്താ നിങ്ങളുടെ ഈ ഉള്ളതെന്ന് വെച്ചാൽ ചെറുത്, അപ്പോൾ അതെടുത്താലും മതി. അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്കൊരു ഫ്രിഡ്ജിലാണെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം ഒരു 5-6 മണിക്കൂറത്തേക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇത്. അപ്പോൾ അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഒഴിച്ച് ഒരു 5-6 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് ഇത് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ആ നേരം കൊണ്ട് നമുക്കൊന്ന് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് 2-3 ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ കൂട്ട് നമുക്ക് സ്വീറ്റ്നെസ് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനകത്ത് നമുക്കിനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഫൈൻ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈൻ പ്യൂരി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക്. അപ്പോൾ നമ്മൾ ജ്യൂസും റെഡിയായിട്ടുണ്ട്. നമ്മുടെ ജെല്ലി നമുക്ക് റെഡിയാക്കി സെറ്റാക്കാൻ വെച്ചേക്കുന്നത് അതും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമുക്കാണെങ്കിൽ ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ നോക്കണം കേട്ടോ, എത്ര നമുക്ക് തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം. ഓരോ മാങ്ങയുടെ സൈസിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. നമ്മൾ ജ്യൂസൊക്കെ കുടിക്കത്തില്ല, ആ പാകത്തിന് വേണം എടുക്കാനായിട്ട്. ഇനി ഒരു നാരങ്ങയുടെ നീര്, ആദ്യം ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇനി ഒരു പകുതി കൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു നാരങ്ങയുടെ നീര് നമുക്കകത്ത് പിഴിഞ്ഞൊഴിക്കാം. നമുക്കാണെങ്കിൽ നമ്മൾ സർവിങ് ഗ്ലാസ് എടുക്കാം. ഏറ്റവും നമ്മൾ ജെല്ലിയൊക്കെ സെറ്റാക്കാൻ വെച്ചില്ലായിരുന്നു, അപ്പോൾ അത് നമുക്ക് സെറ്റ് ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇച്ചിരി വലുതോ ചെറുതോ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ സെറ്റാക്കി ഇത് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമ്മൾ ജെല്ലി സെറ്റായി കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് സർവിങ് ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എത്ര സിമ്പിളാണ് അല്ലേ നമുക്ക് വീട്ടിൽ തന്നെ മോങ്ങും റെഡിയാക്കാനായിട്ട്. ഞാൻ ലിച്ചിയും മോങ്ങും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ട് ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നുപോലെ ഷെയർ ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.